ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല കിടില ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1.5 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഈ ഒരു റവ നല്ല പോലെ ഒന്ന് കുതിർന്നു വരാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ എടുത്തു നോക്കിയപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. റവ എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന്. ഇപ്പൊ നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് റവ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏതായിരുന്നാലും കുഴപ്പമില്ല. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കട്ടിയായിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഞാനിപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുത്ത പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ കറക്റ്റ് പരുവം അറിയാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് കോരി കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് ഒരു സബോളയുടെ പകുതി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഞാനിവിടെ പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മറ്റ് പൊടികളുടെ ഒക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പൊ ഞാനിവിടെ എല്ലാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഈ ഒരു കയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ബാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഓയിലിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അതിന്റെ അടിഭാഗം നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇളകി വരും. ഈ ഒരു കയ്യിൽ ചൂടാവാതെയാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തന്നെ സ്പൂണിന്റെ ബാക്ക് വശം കൊണ്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ നല്ലപോലെ ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടി. ഇപ്പൊ ഞാനിവിടെ രണ്ടാമതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെന്തതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ ദാ ഈ ഒരു കയ്യിൽ ഒഴിച്ചതും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനിതാ മൂന്നാമത്തേതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നേരത്തെ ഇട്ട് കൊടുത്തത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തത് ഒന്ന് നോക്കാം. ഇപ്പൊ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലുള്ള സ്പോഞ്ച് പോലുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടി. ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.